ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഹോം മൈ ഹെവൻ. അപ്പോൾ ഇതേ കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതേ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇപ്പോൾ ഇതേ നമ്മൾ വെക്കേഷനൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീടൊക്കെ ഒന്ന് അടച്ചിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ക്ലീനിങ് എല്ലാം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യുന്നതല്ല കേട്ടോ. അതായത് നമ്മൾ വെക്കേഷൻ പോകുന്ന സമയത്തോ ട്രിപ്പ് പോകുന്നതിൻ്റെ തലേ ദിവസമോ അതിന് തലേ ദിവസമോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു 2 വീക്സ് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ക്ലീനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ഓരോ ഏരിയകളായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ക്ലീനിങ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല നീറ്റും ക്ലീനുമായിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ക്ലീനിങ്ങിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ നമ്മുടെ സ്നാക്ക് ഏരിയ എന്നാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്ത സമയത്താണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാണ്ടിരിക്കാം. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യാവുന്ന കാര്യം, കുറച്ചൊക്കെ എന്തായാലും നമുക്ക് ബാക്കി വരുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഈ ബോട്ടിൽസ് നിന്നെല്ലാം മാറ്റിയിട്ട് ഇതുപോലത്തെ സിപ്പ് ലോക്ക് ബാഗുകളിലും, അല്ലെങ്കിൽ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലിപ്പുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അങ്ങനത്തെ ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ടോ ഇങ്ങനെ പാക്കറ്റുകളിലൊക്കെ ആക്കിയിട്ട് പിന്നെ മാറ്റി വയ്ക്കാൻ പോവുക. അതായത് ബോട്ടിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ പോവാണ്. ഇതുപോലെ പാക്കറ്റുകളിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒരു ബാസ്ക്കറ്റിലാക്കി വെക്കാൻ പോവാം. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം തന്നെ ഈ ബോട്ടിലെല്ലാം കഴുകി വെക്കലൊന്നും നമുക്ക് തലേ ദിവസം ചെയ്താൽ എന്തായാലും തീരില്ല. ഒരുപാട് കാര്യങ്ങൾ വേറെയും നമുക്ക് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി ചെയ്ത് വെക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ്സുകളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ബാസ്ക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോണവരേക്ക് യൂസ് ചെയ്യാനുള്ളതെല്ലാം ഇതിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ അതിനുശേഷം ബാസ്ക്കറ്റിലാക്കിയതിന് ശേഷം നമ്മൾ കബോർഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കണം. നന്നായി തുടയ്ക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഏത് ക്ലീനിങ് സൊല്യൂഷനാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതുകൊണ്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കബോർഡിൽ ഇതെല്ലാം തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇവിടെ കബോർഡെല്ലാം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഈ ബാസ്ക്കറ്റ് നമ്മൾ നേരെ തിരിച്ച് കബോർഡിലേക്ക് വെച്ചു. ബാക്കി നമ്മുടെ സ്നാക്ക് ഐറ്റംസ് വെച്ചിരുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, ഈ ബോട്ടിൽസ് എല്ലാം നല്ല നീറ്റാക്കി കഴുകി ഉണക്കി എടുത്തു വയ്ക്കാം. കാരണം നമുക്കറിയാം, പിന്നെ ഒരു കാര്യം കൂടെ, ഇത് മാക്സിമം നമ്മൾ സൺലൈറ്റ് തട്ടിയിട്ട് ഉണക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്, തുടയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായി തുടച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതെല്ലാം നന്നായി കഴുകി തുടച്ചെടുത്തതിന് ശേഷം കബോർഡിലേക്ക് നേരെ തിരിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്നാക്ക് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിൽസ് എല്ലാം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചതുകൊണ്ട് തന്നെ ഇനി ആ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് നേരെ പാക്കറ്റ് പൊട്ടിച്ച് നേരെ ഈ ബോട്ടിലുകളിലേക്ക് ആക്കി വെച്ചാൽ മതി. ആ സമയത്ത് ബോട്ടിൽ കഴുകാനോ അത് ഉണക്കി വെക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ പോകുന്നവരേക്ക് യൂസ് ചെയ്യാനുള്ള സ്നാക്ക് ഐറ്റംസ് ഇതുപോലെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് അത് തീർന്നില്ല എങ്കിൽ നമ്മൾ പോണ സമയത്ത് ഈ പാക്കറ്റുകൾ നമുക്ക് നേരെ നമ്മുടെ ബാഗിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനോ ഈസി ആയിട്ട് എടുക്കാനും പറ്റും. അടുത്തതായിട്ട് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസറി ഐറ്റംസിൻ്റെ സെക്ഷനാണ്. ഗ്രോസറി ഐറ്റംസിലും അതെ, നമ്മൾ കഴിവതും സാധനങ്ങൾ ഒരുപാട് വാങ്ങി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മളൊരു വീടല്ലേ അല്ലേ, എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ച് അങ്ങനെ വാങ്ങിച്ചാലും കുറേ ഐറ്റംസൊക്കെ നമുക്ക് എന്തായാലും പോകുന്ന സമയത്തും പെൻഡിങ് വരും. അപ്പോൾ അങ്ങനത്തെ പെൻഡിങ് വരുന്ന സാധനങ്ങളെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ നമ്മൾ പൊട്ടിച്ച പാക്കറ്റ്സ് ഉണ്ടാവും, അതുപോലെ ഒട്ടും പൊട്ടിക്കാത്ത പാക്കറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതായത് നമ്മൾ വരുന്നവരേക്ക് മാക്സിമം ഇങ്ങനെയൊക്കെ കേടുവരാതെ ഇതൊക്കെ സൂക്ഷിക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊട്ടിക്കാത്ത പാക്കറ്റ്സുകളെല്ലാം നേരെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അതുപോലെ തന്നെ വെക്കുകയാണ്. ഇതൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എങ്ങാനും എക്സ്പയറി ആവാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ പിന്നെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പൊട്ടിക്കാത്ത പാക്കറ്റുകളെല്ലാം അതുപോലെ തന്നെ ഇതുപോലത്തെ ബാസ്ക്കറ്റിലാക്കിയിട്ട് കബോർഡെല്ലാം നീറ്റാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ചു വയ്ക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ
അതിലൊരുപാട് പൊട്ടിച്ച പാക്കറ്റ്സൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. എസ്പെഷ്യലി നമ്മൾ ഈ എന്താ പറയുക, മസാല ഐറ്റംസൊക്കെ, ഇപ്പോൾ ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തായാലും പൊട്ടിച്ച പാക്കറ്റ്സൊക്കെ കുറച്ചൊക്കെ എന്തായാലും നമുക്ക് പെൻഡിങ് വരും. അപ്പം ഞാൻ അങ്ങനത്തെ പാക്കറ്റ്സുകളൊക്കെ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ, ഒന്ന് നന്നായിട്ട് അതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് പാക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ബാസ്ക്കറ്റിലാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കും. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ വരുന്നവരേക്ക് ഒരു 1 മന്തൊന്നും കേടുവരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ റൈസ് ഐറ്റംസ്. നമുക്കറിയാം എന്തായാലും നമ്മൾ കംപ്ലീറ്റ്ലി റൈസ് ഐറ്റംസ് ഒന്നും തീർത്തിട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ പെൻഡിങ് വരും. അപ്പോൾ അത് കേടുവരാതെ അതിൽ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ഡ്രൈ ചില്ലി, അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ലീവ്സ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന സമയം ആകുമ്പോഴത്തേക്കൊന്നും ഇതിൽ പ്രാണികളൊന്നും വന്നിട്ട് ഇതുപോലത്തെ റൈസുകളൊന്നും കേടുവരില്ല. ഇത് തന്നെ നമുക്ക് ദാൽ ഐറ്റംസിലും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബോട്ടിൽസൊക്കെ ഉണ്ടാവും, അതിലും എന്തായാലും കുറച്ചൊക്കെ പെൻഡിങ് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ പോകുന്ന ദിവസം, അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന ആ ദിവസം അതെല്ലാം എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടല്ല പോവാറ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പോവാം. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, നമ്മളെല്ലാവരും അയൺ കടായിസൊക്കെ യൂസ് ചെയ്യുന്നവരാകും, എസ്പെഷ്യലി നമ്മൾ ദോശക്കല്ല് അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1 മാസമോ 2 മാസമൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തിരിച്ച് വന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ അടി പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇതിൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എള്ളെണ്ണയാണ് കേട്ടോ. നമ്മൾ വിളക്കെണ്ണ എന്നൊക്കെ പറയില്ലേ, ആ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഓയിൽ നന്നായിട്ട് ഇതിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായി തുടച്ച്, അതിനകത്തും പുറത്തും ഒക്കെ നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ ഒരു കവറിൽ കെട്ടിയെടുത്ത് വെക്കണം. കവറിൽ വെക്കാൻ സൂക്ഷിക്കണം കേട്ടോ, കാരണം നമ്മൾ ഓയിലാക്കി വെക്കുന്നതല്ലേ. അതുകൊണ്ട് ഇതുപോലെ കവറിലാക്കിയിട്ട് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ്, എയർ ഫ്രയറും മിക്സി, ഇതുപോലത്തെയൊക്കെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ എപ്പോഴും നമ്മൾ പോകുന്നതിന് മുമ്പ് നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി, കാരണം അതിലൊക്കെ നമുക്ക് എന്തായാലും ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും അങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നന്നായി നീറ്റാക്കി തുടച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കബോർഡുകളിൽ എടുത്ത് വെക്കാം. ഇനി ഇൻ കേസ് കബോർഡിലല്ല, നമ്മൾ കൗണ്ടർ ടോപ്പിലാണ് നമുക്ക് വെക്കാനുള്ള സൗകര്യമുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാൻ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊടിയൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്, വരുന്ന സമയത്ത് നമുക്ക് വലിയ പണിയാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ പൊട്ടറ്റോസ്, അതുപോലെ ഓണിയൻ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കിച്ചണിൽ വെച്ചിട്ട് പോകരുത്. ഒന്നെങ്കിൽ നമ്മളത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക. കാരണം ഇതൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോയിട്ട് നമ്മൾ വരുന്ന സമയത്ത് പ്രാണികളൊക്കെ കിച്ചണിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രിഡ്ജൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് കേടുവരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഒഴിവാക്കി ഫ്രിഡ്ജ് നീറ്റാക്കിയിട്ട് വേണം പോകാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് ബാഡ് സ്മെല്ലും ഒക്കെ ഉണ്ടായിട്ട് നമുക്കൊരു വലിയ ഇരട്ടി പണികളുണ്ടാവും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡൊക്കെ വയ്ക്കുന്ന ഡിഷ് വാഷർ ഉണ്ടല്ലോ, ലിക്വിഡൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അതിൽ എന്തായാലും കുറച്ചൊക്കെ ബാക്കി വരും. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ട് പോകരുത്, ബാഡ് സ്മെല്ല് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നീറ്റാക്കിയിട്ട് കഴുകി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ അതുവരെ യൂസ് ചെയ്തിരുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് എന്തായാലും നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾ വരുമ്പോഴത്തേക്ക് അതൊക്കെ നല്ല ബലം വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡസ്റ്റ്ബിന്നും നീറ്റാക്കി കഴുകി വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന ക്ലീനിങ്ങിൻ്റോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും കൂടെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ വീട് നല്ല നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.